എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്പൈസസ് ബോർഡ് കൊച്ചിയിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇമെയിൽ വഴിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്പൈസസ് ബോർഡാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസിൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. സെലക്ട് ചെയ്യുന്നത് യങ് പ്രൊഫഷണൽസിനെയാണ്. ഇതിലേക്ക് ജോലി വരുന്നത് സ്പൈസസ് ബോർഡ് ഹെഡ് ഓഫീസ് കൊച്ചിയിലായിരിക്കും. ജോലി വരുന്നത് ഇനിഷ്യലി 1 ഇയറിലേക്കായിരിക്കും. പിന്നീട് അത് 1 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും തസ്തികകൾ ഏതൊക്കെയാണെന്നും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് യങ് പ്രൊഫഷണൽ മാർക്കറ്റിംഗ് ആണ്. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ഇൻ മാർക്കറ്റിംഗ് ആണ്. സ്കിൽസ് വേണ്ടത് ഗുഡ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ്, സ്ട്രോങ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആണ്. ഈ സ്കിൽസൊക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ജോലി വരുന്നത് കൊച്ചിയിലാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 25,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ പെർ ഇയർ 12 ലീവ് ഉണ്ടായിരിക്കും. പ്രായപരിധി 35 വയസ്സ് കവിയാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. ഈ പോസ്റ്റിലേക്ക് MBAയും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് യങ് പ്രൊഫഷണൽ പബ്ലിക് റിലേഷൻസ് ആണ്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് PG അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. വേക്കൻസി 1 ആണ്. ഇവിടെയും മാൻഡേറ്ററി സ്കിൽസ് ആയിട്ട് ഗുഡ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ആൻഡ് പ്രൂവൺ സ്കിൽസ് ഇൻ മാനേജിങ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വേണം. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ കോപ്പി റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ജോലി വരുന്നത് കൊച്ചിയിലാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 25,000 രൂപയാണ്. ലീവ് വരുന്നത് പെർ ഇയർ 12 ലീവ് ആയിരിക്കും. ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ തസ്തികയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. അപ്പോൾ ഈ 2 തസ്തികയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് കൂടാതെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ വഴിയാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സിംഗിൾ PDF ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് മെയിൽ അയക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ID പ്രൂഫ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ടാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കുക. അതായത് ആദ്യം 10 പിന്നെ +2 ഡിഗ്രി അങ്ങനെ ഓർഡറിൽ തന്നെ വെച്ച് വേണം മെയിൽ അയക്കാനായിട്ട്. എല്ലാം കൂടി ഒരു PDF-ലാണ് അയക്കേണ്ടത്. മെയിൽ അയക്കേണ്ട മെയിൽ ID publicitytrainee@gmail.com. ഇതാണ് മെയിൽ ID. ഈ മെയിലിലാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് അയക്കേണ്ടത്. മെയിൽ അവിടെ കിട്ടേണ്ട അവസാന തീയതി ഡിസംബർ 20 ആണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റിന് ഇൻ്റർവ്യൂവിനൊക്കെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ജോലി വരുന്നത് കോൺട്രാക്റ്റ് ബേസിലാണ്. സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സ് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിനകത്ത് എഗ്രിമെൻ്റ് എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോമും കൂടിയാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴി അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ കൂടിയാണ് നിങ്ങൾ മെയിൽ വഴി അയക്കേണ്ടത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്പൈസസ് ബോർഡിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. തസ്തികകൾ വരുന്നത് യങ് പ്രൊഫഷണൽ പബ്ലിക് റിലേഷനും അതുപോലെ തന്നെ മാർക്കറ്റിംഗുമാണ്. ഈ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 20 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.